ലെവൻ ഫ്രീക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലമിഡിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്ലമിഡിയെ പറ്റിയിട്ട് കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. പക്ഷേ വൈറസിൻ്റെ ചില പ്രോപ്പർട്ടീസും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ബാക്ടീരിയ ആണോ വൈറസ് ആണോ എന്ന്. പിന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഇതിനെ ബാക്ടീരിയയുടെ അണ്ടറിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. ഇത് മെയിനായിട്ട് കോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് യൂറിയത്രൈറ്റിസ്, പിന്നെ സിറ്റാക്കോസിസ്, ട്രക്കോമ ഇങ്ങനെയുള്ള ഡിസീസൊക്കെയാണ്. ക്ലമിഡിയ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ക്ലമിഡിയേൽസ് ആണ്. ഈ ക്ലമിഡിയേൽസ് എന്ന് പറയുന്ന ഓർഡറിൽ ഒരൊറ്റ ഫാമിലിയാണുള്ളത്, ക്ലമിഡിയേഷ്യ. ആദ്യം ഈ ഫാമിലിയിൽ, അതായത് ക്ലമിഡിയേഷ്യ എന്ന് പറയുന്ന ഫാമിലിയിൽ ഒരു ജീനസ് ആണുള്ളത്, അതായത് ക്ലമിഡിയ. അതിൽ 4 സ്പീഷീസ് ഉണ്ട്: ക്ലമിഡിയ ട്രക്കോമാറ്റിസ്, ക്ലമിഡിയ സിറ്റാസി, ക്ലമിഡിയ ന്യൂമോണിയെ ആൻഡ് ക്ലമിഡിയ പെക്കോറം. ഇപ്പോൾ ഈ ഫാമിലിയിലേക്ക്, അതായത് ക്ലമിഡിയേഷ്യ എന്ന് പറയുന്ന ഫാമിലിയെ വീണ്ടും റീക്ലാസിഫൈ ചെയ്തിട്ട് 2 ജീനസ് ആക്കിയിട്ടുണ്ട്, അതായത് ക്ലമിഡിയയും പിന്നെ വന്നിട്ടുള്ളത് ക്ലമിഡോഫില. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ക്ലമിഡിയേൽസ് ആണ്, ഒരു ഫാമിലിയാണ് ക്ലമിഡിയേഷ്യ. അതിൽ ഒരു ജീനസ് ക്ലമിഡിയ, 4 സ്പീഷീസ്: ക്ലമിഡിയ ട്രക്കോമാറ്റിസ്, ക്ലമിഡിയ സിറ്റാസി, ക്ലമിഡിയ ന്യൂമോണിയെ, ക്ലമിഡിയ പെക്കോറം. ഇപ്പോൾ ഈ ഫാമിലിയെ വീണ്ടും റീക്ലാസിഫൈ ചെയ്തിട്ട് 2 ജീനസ് ആണുള്ളത്, ക്ലമിഡിയയും ക്ലമിഡോഫിലയും. മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ക്ലമിഡിയ എന്ന് പറയുന്ന സിംഗിൾ ജീനസിൽ 4 സ്പീഷീസ് ആണ് ഉള്ളതെന്ന്: ക്ലമിഡിയ ട്രക്കോമാറ്റിസ്, ക്ലമിഡിയ സിറ്റാസി, ക്ലമിഡിയ ന്യൂമോണിയെ, ക്ലമിഡിയ പെക്കോറം. ഇതിൽ ക്ലമിഡിയ ട്രക്കോമാറ്റിസ് എന്ന് പറയുന്ന സ്പീഷീസിനെ ജീനസ് ക്ലമിഡിയയിലും, ക്ലമിഡിയ സിറ്റാസി, ക്ലമിഡിയ ന്യൂമോണിയെ ഇതിനെ ന്യൂ ജീനസ് ആയിട്ടുള്ള ക്ലമിഡോഫിലയിലും ഇൻക്ലൂഡ് ചെയ്തു. ക്ലമിഡിയെ പറ്റി ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹ്യൂമനിലും അതുപോലെ തന്നെ അനിമലിലും ഉള്ള ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റ്സ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ട്രാക്റ്റിലും അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ ട്രാക്റ്റിലുമുള്ള സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസിനോട് ഇത് പ്രത്യേക അഫിനിറ്റി ഉണ്ടായിരിക്കും. ക്ലമിഡിയ സ്പീഷീസ് കോസ് ചെയ്യുന്ന ഹ്യൂമൻ ഇൻഫെക്ഷൻസ് ആണ് ഈ ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ബാക്ടീരിയ പിന്നെ അത് കോസ് ചെയ്യുന്ന ഡിസീസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലമിഡിയ ട്രക്കോമാറ്റിസ് ഏതൊക്കെ ടൈപ്പ് ഡിസീസൊക്കെയാണ് കോസ് ചെയ്യുന്നത്. ഇത് മെയിനായിട്ടും 7 ഡിസീസാണ് കോസ് ചെയ്യുന്നത്. ഫസ്റ്റത്തത് ലിംഫോഗ്രാനുലോമ വെനറിയം, അടുത്തത് ഓക്യുലാർ ലിംഫോഗ്രാനുലോമ വെനറിയം, മൂന്നാമത്തത് ട്രക്കോമ, നാലാമത്തത് അഡൾട്ട് ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ്, അഞ്ചാമത്തത് നിയോണൈറ്റൽ കൺജക്റ്റിവൈറ്റിസ്, ആറാമത്തത് ഇൻഫൻറ്റ് ന്യൂമോണിയ, ഏഴാമത്തത് യൂറോജനൈറ്റൽ ഇൻഫെക്ഷൻസ്. രണ്ടാമതെന്ന് പറയുന്നത് ക്ലമിഡിയ ന്യൂമോണിയ. അത് 4 ടൈപ്സ് ഇൻഫെക്ഷൻസ് ആണ് മെയിനായിട്ടും കോസ് ചെയ്യുന്നത്: ഫാരിഞ്ചൈറ്റിസ്, സൈനസൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ. മൂന്നാമത്തത് ക്ലമിഡോഫില സിറ്റാസി. അത് കോസ് ചെയ്യുന്നത് ഒരു ഡിസീസാണ് സിറ്റാക്കോസിസ്. ആദ്യം ക്ലമിഡിയെ നെയിം ചെയ്തിരുന്നത് PLT ഏജൻസ്, അതായത് സിറ്റാക്കോസിസ് ലിംഫോഗ്രാനുലോമ ട്രക്കോമ ഏജൻസ് എന്നായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സെൽ ഫ്രീ മീഡിയയിൽ ഗ്രോ ചെയ്യില്ല, അതുപോലെ തന്നെ 0.45 മൈക്രോമീറ്റർ ഫിൽറ്ററിൽ കൂടെ അതിന് പാസ് ചെയ്ത് പോരാനുള്ള എബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് പ്രോപ്പർട്ടീസിൻ്റെ ബേസിലാണ് നമ്മൾ ബാക്ടീരിയയുടെ അണ്ടറിൽ കൊണ്ടുവന്നിരുന്നത്. ആദ്യം അത് കൺസിഡർ ചെയ്തിരുന്നത് വൈറസ് ആയിട്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. ക്ലമിഡിയെ വൈറസ് എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന് DNA ഉണ്ട്, RNA ഉണ്ട്. പക്ഷെ വൈറസിനാകുമ്പോഴത്തേക്കും ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA ഇതേ ഉണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ പോലെ തന്നെയുള്ള സെൽ വോള് ക്ലമിഡിയയ്ക്ക് ഉണ്ട്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലമിഡിയയ്ക്ക് പ്രോകാരിയോട്ടിക് റൈബോസോംസ് ഉണ്ട്. അതുപോലെ തന്നെ അത് മെയിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലമിഡിയ അതിൻ്റേതായിട്ടുള്ള ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് അതൊക്കെ തന്നെ സിന്തസൈസ് ചെയ്യും. പിന്നെന്ന് പറയുന്നത് ഇത് വൈഡ് റേഞ്ച് ഓഫ് ആൻറ്റിബയോട്ടിക്സിന്, അതായത് ടെട്രാസൈക്ലിൻ, എറിത്രോമൈസിൻ, മാക്രോലിഡ്സ്, റിഫാംബിസിൻ ഇതുപോലുള്ള ആൻറ്റിബയോട്ടിക്സിനോടൊക്കെ തന്നെ അത് സെൻസിറ്റിവിറ്റി കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഇത്രയും 6 പ്രോപ്പർട്ടീസിൻ്റെ ബേസിലാണ് ഈ വൈറസ് എന്നും ക്ലമിഡിയെ ബാക്ടീരിയയുടെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് ക്ലമിഡിയയുടെ മോർഫോളജിയാണ്. മെയിനായിട്ടും ക്ലമിഡിയ 2 ഫോംസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫോം എന്ന് പറയുന്നത് എലമെന്ററി ബോഡി, രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് റെട്ടിക്കുലേറ്റ് ബോഡി. ഇതിൽ എലമെന്ററി ബോഡിയാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത്. റെട്ടിക്കുലേറ്റ് ബോഡി നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇനിഷ്യൽ ബോഡി. അപ്പോൾ എലമെന്ററി ബോഡി അല്ലെങ്കിൽ EB എന്ന് പറയും. എന്താ നോക്കാം. പിക്ചറിൽ കാണുന്ന പോലെ തന്നെ എലമെന്ററി ബോഡി എന്ന് പറയുന്നത് സ്മോൾ ആണ്, റൗണ്ട് പാർട്ടിക്കിൾ ആണ്. പിന്നെ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫോമാണ്. ഈ ഫോമിൽ ഒരിക്കലും ക്ലമിഡിയയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൽ കാണുന്ന പോലെ തന്നെ റിജിഡ് ട്രൈലമിനർ സ്ട്രക്ചർ ഇതിൻ്റെ സെൽ വോളിലുണ്ട്. പിന്നെ പെപ്റ്റിഡോഗ്ലൈക്കൽ ലെയർ ഇല്ല.
ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 300 to 400 നാനോമീറ്റർ ആണ്. അപ്പോൾ മെയിൻ ആയിട്ടും എലിമെന്ററി ബോഡിയിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലമിഡിയയ്ക്ക് ഈ ഫോമിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കില്ല, പക്ഷേ ഹൈലി ഇൻഫെക്ഷസ് അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഫോം ആണ് എലിമെന്ററി ബോഡി എന്ന് പറയുന്നത്. അടുത്തത് റെട്ടിക്കുലേറ്റ് ബോഡി. ഇതെന്ന് പറയുന്നത് എലിമെന്ററി ബോഡിയെ പോലെ അല്ല, ഇത് ലാർജ് ആണ്, അതുപോലെ തന്നെ നോൺ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരു ഫോമാണ്. പക്ഷേ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, റെപ്ലിക്കേറ്റിംഗ് ഫോം ആണ്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഫോമും ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 500 to 1000 നാനോമീറ്റർ ആണ്. ഈ പിക്ചറിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ക്ലമിഡിയയുടെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കിളാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആദ്യമേ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഫോമാണ് ഏത്, എലിമെന്ററി ബോഡി. ഈ എലിമെന്ററി ബോഡി ഹോസ്റ്റ് സെല്ലിലോട്ട് എൻട്രി ചെയ്യുന്നു, ഫാഗോസൈറ്റോസിസ് വഴി ഹോസ്റ്റ് സെല്ലിൽ എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എലിമെന്ററി ബോഡി എൻലാർജ് ചെയ്തിട്ട് നോൺ ഇൻഫെക്ഷസ് ആയിട്ടുള്ള റെറ്റിക്കുലേറ്റ് ബോഡി ആയിട്ട് മാറുന്നു. അതായത് റീപ്രൊഡക്റ്റീവ് ഫോം അതുപോലെ തന്നെ റെപ്ലിക്കേറ്റിംഗ് ഫോം ആയിട്ടുള്ള റെറ്റിക്കുലേറ്റിംഗ് ബോഡി ആയിട്ട് മാറുന്നു. അതിനുശേഷം അതിന്റെ സൈസ് ഇങ്ങനെ ഗ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാർജ് നമ്പർ എലിമെന്ററി ബോഡീസ് ആയിട്ട് മാറുന്നു. അങ്ങനെ പുതിയതായിട്ട് ഉണ്ടാവുന്ന ഇൻഫെക്ഷസ് പാർട്ടിക്കിൾ അതായത് എലിമെന്ററി ബോഡി എന്ന് പറയുന്നത് ഹോസ്റ്റ് സെല്ല് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹോസ്റ്റ് സെല്ലിൽ നിന്ന് പുറത്തു വരുന്നു. അതിനുശേഷം അത് പുതിയ സെൽസിനെ ഇൻഫെക്ട് ചെയ്തിട്ട് ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് ക്ലമിഡിയയുടെ ഡെവലപ്മെന്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു ഡെവലപ്മെന്റൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 24 to 28 hours ആണ്. ക്ലമിഡിയ എന്ന് പറയുന്നത് സാധാരണ ഗ്രാം നെഗറ്റീവ് ആണ്, പക്ഷേ നമുക്ക് അതിനെ ബെറ്റർ ആയിട്ട് സ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അതർ മെത്തേഡ്സ് ഉണ്ട്. അതായത് കാസ്റ്റനിഡ മെത്തേഡ്, മെഖ്യാവെല്ലോ, ജിമ്മൻ സ്റ്റെയിൻസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്. ഈ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത് പ്രസന്റ് ആയിട്ടുള്ളത് സൈറ്റോപ്ലാസത്തിലാണ്, അതുപോലെ തന്നെ ബേസോഫിലിക് ആണ് ഇൻക്ലൂഷൻ ബോഡീസ്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലമിഡിയ ട്രെക്കോമാറ്റിസിന്റെ ഇൻക്ലൂഷൻ ബോഡീസിനെ നമുക്ക് ല്യൂഗോൾസ് ഐഡിൻ വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ മാട്രിക്സിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലമിഡിയ നമുക്ക് വേറൊരു രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂണോ ഫ്ലൂറസെന്റ് ടെക്നിക് വെച്ചിട്ട്. അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആന്റിബോഡി ടാഗ്ഡ് വിത്ത് ഫ്ലൂറസെന്റ് ഐസോതയോസയനേറ്റ്. അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ക്ലമിഡിയ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലമിഡിയ എങ്ങനെയൊക്കെ കൾച്ചർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഐസൊലേറ്റ് ചെയ്യുക എന്നതാണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അനിമൽ ഇനോക്കുലേഷൻ. ഇവിടെ നമ്മൾ അനിമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൈസ് ആണ്. ഏതൊക്കെ റൂട്ടാ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ ഇൻട്രാനൈസൽ റൂട്ട് ഇനോക്കുലേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രാപെറ്റോഡിയം, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രാസെറിബ്രൽ. അപ്പോൾ സ്പെസിമെൻ നമ്മൾ മൈസിൽ ഇനോക്കുലേറ്റ് ചെയ്യും. 10 days കഴിയുമ്പോഴത്തേക്ക് മൈസിന് ഡെത്ത് സംഭവിക്കും. ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മൈസിന്റെ ടിഷ്യൂസ് അതായത് ലങ് ടിഷ്യൂ, പെരിറ്റോണിയൽ എക്സ്ട്രേറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്ലീനിന്നോ ബ്രെയിനിന്നോ ടിഷ്യൂ എടുക്കും. അതിന്ന് സ്മിയർ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യും. ജീംസ സ്റ്റെയിനോ ജിമ്മൻ സ്റ്റെയിനോ അല്ലെങ്കിൽ മെഖ്യവെല്ലോ കെസ്റ്റനിഡോ ഇത് ഏതെങ്കിലും സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എലിമെന്ററി ബോഡീസ് അതായത് ഇൻഫെക്ഷസ് പാർട്ടിക്കിൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡാണ് യോക്ക് സാക്ക് ഇനോക്കുലേഷൻ. അപ്പോൾ ഈ പിക്ചറിൽ യോക്ക് സാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോക്ക് സാക്കിലാണ് നമ്മൾ സ്പെസിമെൻ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ഇംപ്രഷൻ സ്മിയർ എടുത്തിട്ടാണ്. അപ്പോൾ ഇംപ്രഷൻ സ്മിയർ എടുത്ത് കഴിഞ്ഞിട്ട് അതിനെ ജീംസ വെച്ചിട്ടോ അല്ലെങ്കിൽ ജിമ്മൻസ് മെത്തേഡ് വെച്ചിട്ടോ സ്റ്റെയിൻ ചെയ്തിട്ടാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഇംപ്രഷൻ സ്മിയർ എടുക്കുമ്പോഴത്തേക്കും ക്ലമിഡിയയുടെ ഇൻക്ലൂഷൻ ബോഡീസ് എങ്ങനെ കാണുന്നുള്ളതാണ്. അപ്പോൾ A to D. എ എന്ന് പറയുന്നത് ലിവറിലെ ഇൻക്ലൂഷൻ ബോഡി, ബി ലങ്, സി ഹാർട്ട്, ഡി സ്പ്ലീൻ. അപ്പോൾ ഇത്രയും ടിഷ്യൂസിന് ഇംപ്രഷൻ സ്മിയർ എടുത്തിട്ട് അതിന് ജീംസ സ്റ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് A to D വരെയുള്ളത്. ഇ എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് യോക്ക് സാക്കിലുള്ള ക്ലമിഡിയൽ ഇൻക്ലൂഷൻസിനെ നമ്മൾ ജിമ്മൻ സ്റ്റെയിൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കാണുന്നുള്ളതാണ്. മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഐസൊലേഷൻ ആണ് ടിഷ്യൂ കൾച്ചർ. ഇവിടെ നമ്മൾ സെൽ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് മെക്കോയി സെൽസ് ആണ്. അതിനെ ആദ്യം തന്നെ ഇറേഡിയേറ്റ് ചെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ സൈക്ലോഹെക്സമൈഡ് പോലെയുള്ള മെറ്റബോളിക് ഇൻഹിബിറ്റർ വെച്ചിട്ടോ ട്രീറ്റ് ചെയ്യാം. അതിനുശേഷം വേണം നമ്മൾ ഐസൊലേഷൻ യൂസ് ചെയ്യേണ്ടത്. മെക്കോയി സെൽ ലൈൻസിനെ കൂടാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെയും സെൽ ലൈൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മൗസ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽ ലൈൻസ്, ഹേല 2 to 9 അല്ലാന്നുണ്ടെങ്കിൽ മങ്കി കിഡ്നി സെൽസ്. അതുപോലെ തന്നെ ക്ലമിഡിയ ന്യൂമോണിയ ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് മങ്കി കിഡ്നി സെൽസിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഹെപ്റ്റു സെൽസിലോ ആണ്. അടുത്ത നോക്കേണ്ടത് പെത്തോജെനസിസ്. ക്ലമിഡിയ മെയിൻ ആയിട്ടും 3 forms ഇൻഫെക്ഷൻസ് ആണ് കോസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഷോർട്ടായിട്ട് OGR എന്ന് പറയാം. O മീൻസ് ഓക്യുലാർ ഇൻഫെക്ഷൻസ്, G ജനൈറ്റൽ ഇൻഫെക്ഷൻസ്, R റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. ഇനി ഇതിനെപ്പറ്റി ഓരോന്നിനായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഇൻഫെക്ഷൻ ആണ് ഓക്യുലാർ ഇൻഫെക്ഷൻസ്. അതിൽ ആദ്യത്തേതാണ് ട്രെക്കോമ. ട്രെക്കോമ എന്ന് പറയുന്നത്
ക്രോണിക് കെരാറ്റോ കൺജക്റ്റിവൈറ്റിസ് ആണ്. അതുപോലെ തന്നെ ബ്ലൈൻഡ്നെസിന്റെ മേജർ കോസ് ആണ് ട്രക്കോമ. ഇതിന്റെ ക്യാരക്ടറൈസേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫോളിക്കിൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ പാപ്പിലറി ഹൈപ്പർപ്ലേഷ്യ, പാനസ് ഫോമേഷൻ എന്ന് പറയുന്നത് അബ്നോർമൽ ആയിട്ട് ഫോം ചെയ്യുന്ന ലെയർ ആണ്. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജസ് ആകുമ്പോഴത്തേക്കും സിക്കാട്രൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വൂണ്ട് ഹീൽ ചെയ്ത് വരുമ്പോഴത്തേക്കും സ്കാർ ഫോം ചെയ്യില്ല, ആ ഒരു സ്റ്റേജ് ആണ് സിക്കാട്രൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രക്കോമ മെയിൻ ആയിട്ടും കോസ് ചെയ്യുന്നത് ക്ലമിഡിയ ട്രക്കോമാറ്റിസിന്റെ സിറോടൈപ്സ് എ, ബി, എ, സി ഈ സിറോടൈപ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ടും ട്രക്കോമ കോസ് ചെയ്യുന്നത്. ട്രക്കോമ മെയിൻ ആയിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഐ ടു ഐ, അതായത് ഫിംഗേഴ്സ് വഴിയോ അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് ടവൽസോ ക്ലോത്ത് വഴിയൊക്കെയാണ്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 to 10 days ആണ്. എൻഡമിക് ഏരിയാസിലുള്ള 9 years താഴെയുള്ള ചിൽഡ്രൻ ആയിരിക്കും കൂടുതലായിട്ട് എഫക്ട് ചെയ്യാനുള്ള ചാൻസ്. അതുപോലെ തന്നെ ഇതിന് 4 സ്റ്റേജസ് ഉണ്ട്, 1 to 4. അതിൽ ഏറ്റവും ഇൻഫെക്ടിവിറ്റി കൂടുതലുള്ളത് ഏർലി സ്റ്റേജസിലായിരിക്കും. ഓക്യുലാർ ഇൻഫെക്ഷൻസിന്റെ അണ്ടറിൽ വരുന്ന രണ്ടാമത്തെ ഡിസീസ് ആണ് ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസ്. ഇതിന്റെ മറ്റൊരു പേരാണ് പാരാട്രക്കോമ. ഇത് കോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ക്ലമിഡിയ ട്രക്കോമാറ്റിസ് സിറോടൈപ്സ് D to K ആണ്. ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത് സ്വിമ്മിംഗ് പൂൾ കൺജക്റ്റിവൈറ്റിസ് എന്നാണ്. കാരണം സ്വിമ്മിംഗ് പൂളിലുള്ള കണ്ടാമിനേറ്റഡ് വാട്ടറിൽ കുളിക്കുന്നത് വഴി ഈ ഇൻഫെക്ഷൻ വരാം. അതുകൂടാതെ സ്പ്രെഡ് ചെയ്യുന്നത് ജനൈറ്റൽ സെക്രീഷൻസ് വഴിയാണ്. മൂന്നാമത്തെ ഡിസീസ് ആണ് ഒഫ്താൽമിയ നിയോണേറ്റോറം അല്ലെങ്കിൽ ഇൻക്ലൂഷൻ ബ്ലനേറിയ എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഇൻക്ലൂഷൻ കൺജക്റ്റിവൈറ്റിസിന്റെ നിയോണേറ്റൽ ഫോം ആണ്. ഇൻഫന്റിന് ഈ ഇൻഫെക്ഷൻ കിട്ടുന്നത് ഇൻഫെക്റ്റഡ് ബർത്ത് കനാലിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കുമാണ്. യൂഷ്വലി ഇൻഫെക്ഷൻ അപ്പാരന്റ് ആവുന്നത് ജനിച്ചു കഴിഞ്ഞ് 5 to 12 days കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് ഇൻഫെക്ഷൻസ് ആണ് ജനൈറ്റൽ ഇൻഫെക്ഷൻസ്. ഇതിൽ ഫസ്റ്റത്തതാണ് ജനൈറ്റൽ ക്ലമിഡിയാസിസ്. ഇത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. മെയിൽസില് യുറീത്രൈറ്റിസ് കൂടാതെ എപ്പിഡിഡൈമൈറ്റിസും പ്രോക്ടൈറ്റിസും ഒക്കെ കോസ് ചെയ്യും. ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ യുറീത്രൈറ്റിസ്, സെർവിസൈറ്റിസ്, സാൽപങ്ങൈറ്റിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസും കോസ് ചെയ്യുന്നുണ്ട്. നോൺ ഗോണോക്കൽ യുറീത്രൈറ്റിസിന്റെ 40% കേസസും കോസ് ചെയ്യുന്നത് ക്ലമിഡിയ ട്രക്കോമാറ്റിസ് സിറോടൈപ്സ് D to K ആണ്. അപ്പൊ ഇത്രയാണ് ജനൈറ്റൽ ക്ലമിഡിയാസിസ്. ജനൈറ്റൽ ഇൻഫെക്ഷൻസിന്റെ അണ്ടറിൽ വരുന്ന രണ്ടാമത്തെ ഡിസീസ് ആണ് ലിംഫോ ഗ്രാനുലോമ വെനറിയം അല്ലെങ്കിൽ LGV. ഇതൊരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതുപോലെ തന്നെ കോസ് ചെയ്യുന്നത് ക്ലമിഡിയ ട്രക്കോമാറ്റിസ് സിറോടൈപ്സ് L1 to L3, അതായത് L1, L2, L3. പ്രൈമറി ലീഷൻ എന്ന് പറയുന്നത് സ്മോൾ പെയിൻലെസ് പാപ്യൂ അല്ലെങ്കിൽ വെസിക്കിള് എക്സ്റ്റേണൽ ജെനൈറ്റാലിയയിൽ ഫോം ചെയ്യും. അതിനുശേഷം ഫ്യൂ ഡേയ്സിനുള്ളിൽ ഒന്നുകിൽ ഇത് അൾസറേറ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഹീൽ ചെയ്യും. ഇതിനൊപ്പം തന്നെ റീജിയണൽ ലിംഫ് നോഡ്സ് എൻലാർജ് ആവും, അതുപോലെ തന്നെ ടെൻഡർ ആവും. ഇങ്ങനെ ഉണ്ടാവുന്ന എൻലാർജ്ഡ് ലിംഫ് നോഡിന്റെ പറയുന്ന പേരാണ് ബിബോസ് അല്ലെങ്കിൽ ബിബോ. മൂന്നാമത്തെ കാറ്റഗറി ഓഫ് ഇൻഫെക്ഷൻസ് ആണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അതിന്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റത്തേതാണ് ക്ലമിഡോഫില ന്യൂമോണിയ. ഇതെന്താന്ന് പറഞ്ഞാൽ 1965 തായ്വാനിലെ ഒരു പേഷ്യന്റിന്റെ അയിന്ന് ക്ലമിഡിയയുടെ ഒരു സ്ട്രെയിനെ ഐസൊലേറ്റ് ചെയ്തു. ആ സ്ട്രെയിനാണ് TW183. 1983 അമേരിക്കയിലെ ഒരു സ്റ്റുഡന്റിന്റെ ത്രോട്ട് സ്വാബ് എടുത്തപ്പോഴത്തേക്കും അതിന്ന് AR39 എന്ന് പറയുന്ന ഒരു സ്ട്രെയിനെയും ഐസൊലേറ്റ് ചെയ്തു. ഈ രണ്ട് സ്ട്രെയിനും ട്രക്കോമാറ്റിസിനെയും പോലെയല്ല, സിറ്റാസെയും പോലെയല്ല. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരാണ് കൊടുത്തത് ട്വാർ ഏജൻസ്. അതിപ്പോൾ അറിയപ്പെടുന്നത് ക്ലമിഡിയ ന്യൂമോണിയ എന്ന് പറയുന്ന പേരിലാണ്. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിന്റെ അണ്ടറിൽ വരുന്ന രണ്ടാമത്തെ ഡിസീസ് ആണ് സിറ്റാക്കോസിസ്. ഇതിൽ സിറ്റാക്കോസ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് പാരറ്റ് എന്നാണ്. അപ്പോൾ സിറ്റാക്കോസിസ് എന്ന് വെച്ചാൽ ഡിസീസ് ഓഫ് പാരറ്റ്. ഇൻഫെക്ഷൻ മെയിൻ ആയിട്ട് ഹ്യൂമന് കിട്ടാൻ കാരണം ഇൻഫെക്റ്റഡ് ഡ്രൈഡ് ഫീസസിന്റെ ഇൻഹലേഷൻ വഴിയാണ്. അപ്പോൾ ഡിസീസ് നോൺ സിറ്റാസൈൻ ബേർഡ്സ്, അതായത് പാരറ്റിന് അല്ലാതെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓർണിത്തോസിസ്. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസിന്, അതായത് സിറ്റാക്കോസിസിനെയും ഓർണിത്തോസിസിനെയും ടുഗദർ ആയിട്ട് പറയുന്നത് സിറ്റാക്കോസിസ് എന്ന് തന്നെയാണ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 to 2 weeks ആണ്. സിംറ്റംസ് മൈൽഡ് ഇൻഫ്ലുവൻസ തുടങ്ങി ന്യൂമോണിയ, സെപ്റ്റിസീമിയ, മെൻജോ എൻസെഫലൈറ്റിസ് അതുപോലെ ഫീറ്റൽ കണ്ടീഷൻസിലേക്ക് വരെ ലീഡ് ചെയ്യും. അടുത്തത് ലബോറട്ടറി ഡയഗ്നോസിസ്. മെയിനായിട്ടും 4 മെത്തേഡ്സ് വഴിയാണ് നമ്മൾ ക്ലമിഡിയെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തത് ആന്റിജന്റെ ഡയറക്റ്റ് ഡിറ്റക്ഷൻ, രണ്ടാമത്തത് ഐസൊലേഷൻ, മൂന്നാമത്തത് ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിറോളജിക്കൽ മെത്തേഡ്സ്, നാലാമത്തത് സ്കിൻ ടെസ്റ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിമെൻ കളക്ഷൻ. അപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പെസിമെൻസ് എന്ന് പറയുന്നത് ഓക്യുലാർ അല്ലെങ്കിൽ യുറീത്രൽ, വജൈന അല്ലെങ്കിൽ സർവൈക്കൽ സ്പെസിമെൻസ്. അതുകൂടാതെ നമുക്ക് ബ്ലഡ്, സ്പ്യൂട്ടം, റെസ്പിറേറ്ററി സെക്രീഷൻസ്, അതർ ടിഷ്യൂസ് ഇതൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. LGV അതായത് ലിംഫോ ഗ്രാനുലോമ വെനറിയത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബ്യൂബോസ് എന്നുള്ള പസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയിരിക്കും കളക്ട് ചെയ്യേണ്ടത്.
ആദ്യം നമുക്ക് ആൻറ്റിജനെ എങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ലൈറ്റ് മൈക്രോസ്കോപ്പി. അതായത് ക്ലമിഡിയ ട്രക്കോമാറ്റിസ് ഇൻഫെക്ഷൻസ് ഓഫ് കൺജങ്ക്റ്റീവ, യുറീത്ര, സെർവിക്സ്. ഇതിന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രക്കോമയുടെയും ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസിന്റെയും ഇൻക്ലൂഷൻ ബോഡീസിനെ ഡിമോൺസ്ട്രേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ട്രക്കോമയുടെയും ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസിന്റെയും ഇൻക്ലൂഷൻ ബോഡീസിന് പറയുന്ന പേരാണ് HB ബോഡീസ് അല്ലെങ്കിൽ ഹാൽബർ സ്റ്റെറ്റർ ട്രൊവാസിക് ബോഡീസ്. അതുപോലെ തന്നെ ക്ലെമിഡിയ സിറ്റാസിയുടെ എലമെന്ററി ബോഡീസിന് പറയുന്ന പേരാണ് LCL ബോഡീസ് അല്ലെങ്കിൽ ലെവിൻതാൽ കോൾ ലില്ലി ബോഡീസ്. ആന്റിജൻ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിൽ രണ്ടാമത്തെ മെത്തേഡാണ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്. ഇത് റാപ്പിഡ് ടെസ്റ്റ് ആണ്. സ്മിയർ എടുത്ത ശേഷം നമ്മൾ ഫ്ലൂറസിൻ ഐസോതയോസയനേറ്റ് ലേബൽ ചെയ്തിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്യാം. പോസിറ്റീവ് സ്മിയർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെത്തേഡ് വഴി നമുക്ക് ഇൻക്ലൂഷൻ ബോഡീസിനെയും അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലുലാർ എലമെന്ററി ബോഡീസിനെയും ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ആന്റിജൻ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഒന്ന് ELISA, PCR, DNA പ്രോബ്സ്, പിന്നെ കെമിലൂമിനസെൻസ് അസേ. അപ്പോൾ ഇത്രയാണ് ആന്റിജൻ ഡിറ്റക്ഷനിൽ വരുന്ന മെത്തേഡ്സ്. രണ്ടാമത്തെ മെത്തേഡാണ് ഐസൊലേഷൻ. ക്ലമിഡിയ ഐസൊലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ മൈസിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രിയോയുടെ യോക്ക് സാക്കിലേക്ക്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ. ഇതിൽ ഫസ്റ്റത്തേതാണ് ഇനോക്കുലേഷൻ ഇൻ മൈസ്. ഇത് ഓൾറെഡി നമ്മളിപ്പോൾ കൾച്ചറിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. രണ്ടാമത്തേതാണ് യോക്ക് സാക്ക്. യോക്ക് സാക്കിൽ മെയിനായിട്ടും 6 to 8 days ഓൾഡ് ചിക്കൻ ബ്രിയോ ആണ് യൂസ് ചെയ്യുന്നത്. ഇനോക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്പെസിമെൻ സ്ട്രെപ്റ്റോമൈസിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ പോളിമിക്സിൻ B വെച്ചിട്ടോ ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് ഇനോക്കുലേറ്റ് ചെയ്യാം. ഇനോക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം എഗ്സ് 37 ഡിഗ്രി സെൽഷ്യസിൽ ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറിൽ ഇൻക്യുബേറ്റ് ചെയ്യണം. ഈ മെത്തേഡ് വഴി നമുക്ക് ഗ്രൂപ്പ് സ്പെസിഫിക് ആന്റിജൻ അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ബോഡീസും എലമെന്ററി ബോഡീസിനും ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് യോക്ക് സാക്ക് ഇനോക്കുലേഷൻ. അടുത്തതാണ് ടിഷ്യൂ കൾച്ചർ. ഇത് നമ്മൾ കൾച്ചറിൽ പറഞ്ഞായിരുന്നു മെക്കോയിൽ സെൽസ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൽ ലൈൻസ്. അപ്പോൾ ഈ മെക്കോയിൽ സെൽസിനെ ഫസ്റ്റ് തന്നെ നമുക്ക് നോൺ റെപ്ലിക്കേറ്റിംഗ് ആയിട്ട് മാറ്റണം. അതിനായിട്ട് ആന്റി മെറ്റബോളൈറ്റ്സ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ സൈക്ലോഹെക്സമൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇറേഡിയേഷൻ യൂസ് ചെയ്യാം. ഇങ്ങനെ പ്രീ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെൽ ലൈൻസ് ക്ലെമിഡിയയുടെ റെപ്ലിക്കേഷൻ എൻഹാൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ബോഡീസിന്റെ ഡിറ്റക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതുകൂടാതെ ഹേല സെൽസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഹേല സെൽസിനെ ഡെക്സ്ട്രാൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ അത് സെൽ ലൈൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അതായത് ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും സൈറ്റോപത്തിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൈറ്റോപത്തിക് എഫക്റ്റിനെ നമുക്ക് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് വഴിയായിരിക്കും ബെറ്റർ ആയിട്ട് ഡിമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതായത് ഇൻക്ലൂഷൻ ബോഡീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ടിഷ്യൂ കൾച്ചർ. അടുത്ത മൂന്നാമത്തെ മെത്തേഡാണ് സിറോളജിക്കൽ മെത്തേഡ്സ്. അതായത് ആന്റിബോഡീസ് നമുക്ക് ഡിമോൺസ്ട്രേറ്റ് ചെയ്യണം. അതിനായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെയാണ് കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്, മൈക്രോ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്, ഇമ്മ്യൂണോ പെറോക്സിഡേസ് ടെസ്റ്റ്, പിന്നെ ELISA ടെസ്റ്റ്. അടുത്തത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഓരോ ഡിസീസിന്റെയും കാറ്റഗറൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ട്രെക്കോമാറ്റിസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടെട്രാസൈക്ലിൻ ആണ് കൊടുക്കുന്നത്. അത് ടോപ്പിക്കലിയും കൊടുക്കും, സിസ്റ്റമിക്കലിയും സെവറൽ വീക്സ്. യങ് ചിൽഡ്രന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എർത്രോമൈസിൻ. രണ്ടാമതാണ് ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്. ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസിൽ ടെട്രാസൈക്ലിൻ അല്ലാന്നുണ്ടെങ്കിൽ എർത്രോമൈസിൻ ഓറലി 10 to 14 days. മൂന്നാമത്തത് ജെനൈറ്റൽ ഇൻഫെക്ഷൻസ്. ഇതിൽ ടെട്രാസൈക്ലിൻ ആണ് കൊടുക്കുന്നത്. നാലാമത്തത് ഒഫ്താൽമിയ നിയോനേട്രം, ഇവിടെ എർത്രോമൈസിൻ. അഞ്ചാമത്തത് LGV അല്ലെങ്കിൽ ലിംഫോഗ്രാനുലോമ വെനറിയ, ഇവിടെ ടെട്രാസൈക്ലിൻ 3 weeks ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രീറ്റ്മെന്റ്. ഇനി നോക്കാനുള്ളത് എങ്ങനെയൊക്കെ ക്ലെമിഡിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വാക്സിൻ ക്ലെമിഡിയൽ ഇൻഫെക്ഷനെതിരായിട്ട് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രത്തോളം കെയർ കൊടുക്കണം. പിന്നെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ആക്കണം. സിറ്റാക്കോസിസിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബേർഡ്സിനെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ സ്പ്രെഡ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഐസൊലേഷൻ, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് സ്പ്യൂട്ടത്തെ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്താണ് ക്ലമിഡിയ, അതിനെങ്ങനെയാണ് നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം, എന്തൊക്കെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്.